ഹായ്, +1 ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. ഇതിൽ തന്നെ ലിമിറ്റ്സ് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഡെറിവേറ്റീവ് അത് വരുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ ആണെന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിൽ നിന്നാണെങ്കിൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ചോദ്യങ്ങൾ വരും, അത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഈ ഡെറിവേറ്റീവ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ ഈ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അതായത് ഡിഫറൻഷിയേറ്റ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുക. ഒരു ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്, ഡിഫറൻഷിയേറ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ ആരെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ത് എന്നുള്ളതായിരിക്കും നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ d/dx എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംഭവം വളരെ ഈസിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷനെ സാധാരണ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്? നിങ്ങളൊരു ഫംഗ്ഷനെ y=f(x) എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. y=f(x). ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? f(x) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിൻ്റെ ടേമിലുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, എക്സാമ്പിളായിട്ട് x², x³ 3x, sin x, log x, x² + 3x, sin x + 2x, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അതൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ y=f(x) be a ഫംഗ്ഷൻ. ഫംഗ്ഷനെ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, വളരെ സിമ്പിൾ കാര്യമാണ്. f'(x) എന്ന് എഴുതിയാലും അതേപോലെ തന്നെ y1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, y1 ആണ് ഇത് 1, f'(x) y1, അല്ലെങ്കിൽ y' എന്ന് എഴുതിയാൽ ഇത് y1 ആണ്, y1. അതേപോലെ y' എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ dy/dx എന്നാണ് നമ്മൾ അടുത്തത് എഴുതുക. d/dx ഓഫ് y ഇങ്ങനെ എഴുതിയാൽ മതി. d/dx ഓഫ് y ഇതൊക്കെ എന്താണ്? ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിനെ സൂചിപ്പിക്കുന്നതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫംഗ്ഷൻ f(x) ആണെങ്കിൽ f'(x) y1 y' dy/dx ഇതൊക്കെ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന ഒരു ഓപ്പറേഷനായിട്ട് കണ്ടാൽ മതി. ഇപ്പം നിങ്ങൾ 2 നമ്പർ ആഡ് ചെയ്യൂലേ, 2 നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യൂലേ, അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുമല്ലോ. അതേപോലെ തന്നെ നിങ്ങളൊരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് എന്താ ആലോചിച്ചാൽ മതി എന്നറിയാം. ഇതൊരു പ്രോസസ്സാണ്. നമ്മളൊരു ജ്യൂസിൽ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മിക്സിയിൽ, ഒരു ജ്യൂസിൽ ആപ്പിൾ ഇട്ട് കൊടുത്താലല്ല, ഒരു മിക്സിയിൽ ഒരു ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രഷ് ചെയ്തു അല്ലെങ്കിൽ ജ്യൂസ് മേക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആപ്പിൾ ജ്യൂസ് കിട്ടും, ശരിയല്ലേ? അപ്പോൾ മിക്സിയിൽ നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുത്താൽ നമുക്ക് തിരിച്ചൊരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, അതായത് ആപ്പിൾ ജ്യൂസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു മിക്സിയാണ് എന്ന് വിചാരിച്ചു. ആ ഒരു പ്രോസസ്സ് നടക്കുന്നൊരു മിക്സി, അതിൽ നിങ്ങളൊരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കും. ആ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് ഡെറിവേറ്റീവ് ആയിരിക്കും, അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മളിതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ഒന്നുമില്ല, ആപ്പിൾ കൊടുത്താൽ ആപ്പിൾ ജ്യൂസ്, മുന്തിരി കൊടുത്താൽ മുന്തിരി ജ്യൂസ്, ആൻഡ് പൈനാപ്പിൾ കൊടുത്താൽ പൈനാപ്പിൾ ജ്യൂസ്, ഇങ്ങനെയല്ലേ സംഭവം വരിക. അതേപോലെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുമ്പം എന്താണ് കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, പിന്നെ ഒരു പ്രശ്നവുമില്ല, എല്ലാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ആദ്യത്തത് നോക്ക്, d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റാണ്. കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നത് എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആക്ച്വലി 0. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ എടുക്കുന്നത് നോക്കിക്കോ, d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ് =0. അതായത് ഒരു ഫംഗ്ഷൻ ഞാൻ എടുത്തു, എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഫംഗ്ഷൻ നോക്കിക്കേ, d/dx ഓഫ് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റാണ്, ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. 3യുടെ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 0. റെഡി? അത്രയുള്ള പരിപാടി, സിമ്പിൾ. ഏത് കോൺസ്റ്റൻറ്റ് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. ആദ്യം പഠിച്ചു വെക്കേണ്ടത്. രണ്ടാമത്തത് d/dx ഓഫ് എക്സ്. d/dx ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ ആൻസർ 1 ആയിരിക്കും. ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 1.
ഓക്കെയാണ്. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആൻസർ 1. ഇനി അടുത്തത് d/dx ഓഫ് x⁻n. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. x⁻n ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, അതായത് x⁻n മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ nx⁻n-1. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പഠിച്ചു വെച്ചോ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ? n ക്യാൻ ബി എനി നമ്പർ. n ക്യാൻ ബി എനി നമ്പർ, ഏത് നമ്പർ വേണമെങ്കിലും n-നാകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? nx⁻n-1. എന്ത് nx⁻n-1. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ കാര്യം അത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ x⁸ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതാണ് ഫംഗ്ഷൻ. ഇതിനെ നമ്മുടെ മിക്സിയാണ് d/dx അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആൻസർ വരേണ്ടത് nx⁻n-1 എന്നല്ലേ? n എന്ന് പറഞ്ഞാൽ പവറിലുള്ളത് 8. അപ്പോൾ ആ 8 നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എഴുതുക, ഇൻറ്റു എക്സ് കൊടുക്കുക. ഓക്കെ, പവറിൽ പിന്നെ എന്താ വരേണ്ടത്? എക്സിൻ്റെ n-1. n എന്ന് പറഞ്ഞാൽ 8 അല്ലേ? അപ്പോൾ 8-1 വന്നാൽ മതി. അതായത് 8 ഇൻറ്റു എക്സ് അല്ല, x⁻8-1. 8-1 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരിക. 3 റിസൾട്ടുകളാണ് പഠിച്ചത്. d/dx ഓഫ് k 0, d/dx ഓഫ് x 1, d/dx ഓഫ് x⁻n nx⁻n-1. 3 റിസൾട്ട് ഓക്കെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ട്രിഗണോമെട്രിയുടെ ലിമിറ്റ്സ്. d/dx ഓഫ് sin x. sin എക്സിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് sin x cos x ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. നമ്മൾ മിക്സിയിലേക്ക് sin x ഇട്ട് കൊടുത്താൽ cos x ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ആലോചിച്ചാൽ മതി. cos x കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് sin x ആണ്, പഠിക്കണേ. ആൻഡ് അടുത്തത് d/dx ഓഫ് tan x. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec² x ആണ്. tan എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താ? sec² x. ഇനി അടുത്തത് d/dx ഓഫ് cot x. cot എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? tan എക്സിൻ്റെത് sec² x, cot എക്സിൻ്റെത് മൈനസ് cosec² x ആണ് വരിക, മൈനസ് cosec² x. ഓക്കെ, ആൻഡ് അടുത്തത് d/dx ഓഫ് sec x. sec എക്സിൻ്റെത് വരുന്നത് sec x ഇൻറ്റു tan x. sec x tan x എന്നാ. അപ്പോൾ ഈ റിസൾട്ടുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. d/dx ഓഫ് cosec എക്സിൻ്റെത് എന്താണ്? cosec എക്സിൻ്റെത് മൈനസ് cosec x cot x, മൈനസ് cosec x cot x. ഇത്രയാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ടോട്ടൽ 3 ഈ 6 9 സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. കുറച്ച് കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? കോൺസ്റ്റൻറ്റും ഫംഗ്ഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ പുറത്തിറക്കുക, അതായത് പിടിച്ച് പുറത്തിടുക. എന്നിട്ട് ആ ഫംഗ്ഷനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സിമ്പിളായുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ d/dx ഓഫ് 3x² ഉണ്ട്. ഓക്കെ, ഇവിടെ കോൺസ്റ്റൻ്റ് ഉണ്ട്, ഇവിടെ ഒരു x² ഉണ്ട്. കോൺസ്റ്റൻറ്റും എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷനും കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കോൺസ്റ്റൻറ്റിനെ പുറത്തിറക്കുക, എന്നിട്ട് ഈ x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അപ്പോൾ ദാ 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താ വരിക? 2x⁻2 - 1 nx⁻n-1. എക്സിൻ്റെ പവറിൽ വരുന്നത് നമ്പർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടി നന്നാക്കി എഴുതിയാൽ 3 ഇൻറ്റു 2 6. അപ്പോൾ 6x⁻2 - 1 എന്ന് പറഞ്ഞാൽ 1, അതായത് 6x⁻1. 6x⁻1 എന്ന് പറഞ്ഞാൽ 6x. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? 6x തന്നെ വരും. സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള 4 സംഭവമാണിത്. ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവുകളുടെ എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റും. നോ കൺഫ്യൂഷൻ, പെർഫെക്റ്റ് ആയിരിക്കും. ആദ്യത്തത്, ഞാൻ യുവും വിയും ഏതെങ്കിലും 2 ഫംഗ്ഷൻസ് എടുത്തു. ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ. അതായത് f(x) ആയിട്ട് വരുന്ന അല്ലെങ്കിൽ വേറൊരു g(x) ആയിട്ട് വരുന്ന 2 ഫംഗ്ഷൻ യുവും വിയും ആണ്. ശ്രദ്ധിക്കണേ, അതിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മുകളിൽ ഒരു വര ഇട്ടാൽ നമ്മൾ ആ ഫംഗ്ഷൻ, ഇപ്പോൾ y ആണ് ഫംഗ്ഷൻ എങ്കിൽ മുകളിൽ ഒരു വര ഇട്ടാൽ y' അതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കിക്കോ, യുവിൻ്റെയും വിൻ്റെയും ഡെറിവേറ്റീവ് ആണ് u', v'. അപ്പോൾ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ്. യുവും വിയും 2 ഫംഗ്ഷൻസാണ്. ഈ 2 ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? യുവിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം കണ്ടുവെക്കുക, പ്ലസ് വിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇതിന് എക്സാമ്പിൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. യുവും വിയും മൈനസ് ചെയ്തിട്ട് ആ ചെയ്ത സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിക്കുന്നതെങ്കിൽ യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക, മൈനസ് വിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ഇപ്പോൾ ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ 2 കൂടിയും കണക്കാക്കിയിട്ട് ഇങ്ങനെ തരാം. d/dx ഓഫ് x² മൈനസ് അല്ലെങ്കിൽ d/dx ഓഫ് 3 - x. ഇതാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുക? ആദ്യം 3 അല്ലേ,
അപ്പോൾ 3 സാർ നേരത്തെ പറഞ്ഞ് 3 കോൺസ്റ്റൻറ്റ് വന്നാൽ പുറത്തിറക്കണം, അങ്ങനെയല്ല. കോൺസ്റ്റൻറ്റ് ഒരു ഫംഗ്ഷൻ്റെ കൂടെ പ്രൊഡക്റ്റ് ആയിട്ട് വന്നാൽ മാത്രം പുറത്തിറക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ 3യുടെ ഡെറിവേറ്റീവ് കാണുക മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. 3 കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 ആയിരുന്നു. അപ്പോൾ ആൻസർ 0 - 1 എന്നാണ് വരിക, അതായത് -1 ആണ് ആൻസർ. സിമ്പിൾ അല്ലേ. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് ഇങ്ങനെ, അതായത് യു ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക പ്ലസ് വിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അല്ലെങ്കിൽ യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അങ്ങനെയല്ല. ഇത് രണ്ടും ഒരു സ്പെഷ്യൽ റൂളാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് എക്സാമിന് അധികം ചോദ്യം ചോദിക്കുക. യു വി ഡാഷ് ആണെങ്കിൽ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്, അതായത് യു അവിടെ വെക്കുക, വിയുടെ ഡെറിവേറ്റീവ് കാണുക. യു അവിടെ വെക്കുക, യു വെറുതെ ഫംഗ്ഷൻ എന്താണോ അത് അവിടെ വെക്കുക, എന്നിട്ട് ഈ വി എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, പ്ലസ് വി വെറുതെ അവിടെ വെക്കുക, എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ കോഷ്യൻ റൂൾ എന്നാണ് ഇതിന് പറയുക, ഇതിന് പ്രൊഡക്റ്റ് റൂൾ എന്നും. യു ബൈ വി ഡാഷ് ആണെങ്കിലോ യുവിൻ്റെ വി ഡിനോമിനേറ്ററിലുള്ളതാണ്. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. യു ബൈ വി ആണെങ്കിൽ താഴെ ഉള്ളതാണ് ആദ്യം എഴുതുക. താഴെ ഉള്ളത് ഡിനോമിനേറ്റർ ഇൻറ്റു യു ന്യൂമറേറ്റർ അതിൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ വി ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് യു ഇൻറ്റു വിൻ്റെ ഡെറിവേറ്റീവ്. നേരത്തെ ഇതും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാക്കുക. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ്, അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കാണാത്ത ഒരാളാരാ അപ്പോൾ വി, അപ്പോൾ വിൻ്റെ ഡെറിവേറ്റീവ് കാണുക, യു അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ താഴെ ഈ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ സ്ക്വയർ. ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വരിക, എന്തെന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രശ്നമൊന്നുമില്ലല്ലോ. യു വി ഡാഷ് ആണെങ്കിൽ യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്, യു ബൈ വി ഡാഷ് ആണെങ്കിൽ വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അങ്ങനെ കാണാതെ പഠിച്ചാലും നോ പ്രോബ്ലം. ഐഡിയ മനസ്സിലാക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ ചോദ്യം നോക്കും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 10. അത് നിങ്ങൾ ആദ്യം മൈൻഡ് ചെയ്യണ്ട, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ഇങ്ങനെയല്ലേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട രീതി സ്വാഭാവികമായിട്ടും എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണം. മൈനസ് അല്ലേ നടുവിൽ വന്നത്, മൈനസ് രണ്ടാമത്തത് 2ൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തണം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്ന സമയത്ത് ഇത് എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോമിലല്ലേ, പവറിലൊരു നമ്പർ അല്ലേ. അപ്പോൾ ഞാൻ എഴുതേണ്ടത് എങ്ങനെ, എൻ എക്സ് റൈസ് ടു, അതായത് 2x റൈസ് ടു n മൈനസ് 1, അതായത് 2 - 1. സിമ്പിൾ. മൈനസ് 2 കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതെനിക്ക് എങ്ങനെ എഴുതാം, 2x റൈസ് ടു 2 - 1 എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 2x എന്ന് എഴുതിയാൽ മതി. 0 കൊണ്ട് പിന്നെ എന്ത് മൈനസ് ചെയ്താലും അത് തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ. പക്ഷെ നിങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയോ, ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 10 ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ഡെറിവേറ്റീവ് കിട്ടിയത്. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഡെറിവേറ്റീവ്. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു 10ൽ ആ നമ്പർ എത്ര ആയിരിക്കും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 10, എക്സ് 10 ആകുമ്പോൾ ഈ ഡെറിവേറ്റീവ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ വളരെ സിമ്പിൾ. ഇതല്ലേ ഡെറിവേറ്റീവ് 2x, എക്സ് 10 ആകുമ്പോൾ അവിടെ എക്സിന് പകരം 10 കൊടുത്താൽ മതി. അപ്പോൾ 2 × 10 എന്ത് കിട്ടും, 20 എന്ന് കിട്ടും. സോ 20 ആണ് നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ? ഇത് നമ്മൾ പുതിയ പഠിച്ച കാര്യം. ഡെറിവേറ്റീവ് ഏത് പോയിന്റിലാണോ കാണേണ്ടത് ആ പോയിന്റിൻ്റെ 10 ആയതുകൊണ്ട് ആ 10 ഇവിടെ കൊടുത്താൽ മതി. എക്സിന് പകരം ഡെറിവേറ്റീവിൽ കൊടുത്താൽ ആൻസർ കിട്ടി. എങ്കിൽ ഈ ചോദ്യം നോക്കൂ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n ബൈ n. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n ബൈ n ആണ്. എക്സ് റൈസ് ടു n ബൈ n. ഇവിടെ ഈ n എന്ന് പറഞ്ഞ ഒരു നമ്പർ അല്ലേ, കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എക്സ് റൈസ് ടു എന്നിൻ്റെ കൂടെയുള്ള ഈ ബൈ n ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം ഇത് 1/n 1/n ഇൻറ്റു എക്സ് റൈസ് ടു n ആണ് എക്സ് റൈസ് ടു n ബൈ n എന്ന് എഴുതുന്നത്. ഈ 1/n കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ അതിനെ പിടിച്ച് പുറത്തിറക്കുക. എന്നിട്ട് ഈ എക്സ് റൈസ് ടു n ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. 1/n ഇൻറ്റു എക്സ് റൈസ് ടു n ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, അത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് n എക്സ് റൈസ് ടു n മൈനസ് 1. ഇനി നോക്കി, ഇവിടെ താഴെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. ആ രണ്ട് എന്നുകളും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും, എക്സ് റൈസ് ടു n മൈനസ് 1 മാത്രമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം വരുന്നത് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം, കോൺസ്റ്റൻ്റ് ഉള്ളത് കൊണ്ട് കോൺസ്റ്റൻറ്റിനെ പുറത്തിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് ഈസിയാ അല്ലേ. അതിൻ്റെ അടുത്ത് നോക്കും, കുറച്ചുകൂടി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സാധനം, ഇതിൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. ഇതെങ്ങനെയാണ് കാണുക, ഡി ബൈ ഡി എക്സ് ഓഫ്, നോക്ക്, ഡി ബൈ ഡി എക്സ് ഓഫ് 5 sin x മൈനസ് 6 cos x
പ്ലസ് 7. എടാ ഇതൊക്കെ ഈസിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? മൈനസ് വരുന്നുണ്ട്, പ്ലസ് വരുന്നുണ്ട്. നിങ്ങൾ ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് 5 sin x ഡെറിവേറ്റീവ് ആദ്യം കാണുക. 5 sin x ഡെറിവേറ്റീവ് കണ്ടു. മൈനസ് 6 cos x ഡെറിവേറ്റീവ് കാണുക. d/dx ഓഫ് 6 cos x കാണുന്നു. ഓക്കെ, പിന്നുള്ളത് ചിഹ്നം പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് തന്നെ ഇട്ട് കൊടുക്കണം. പ്ലസ് പിന്നെ ആകെ ബാക്കി വരുന്നത് ഇവിടെ 7 അല്ലേ, അപ്പോൾ 7ൻ്റെയും ഡെറിവേറ്റീവ് കാണുക. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ ഒരു സംഭവം. u പ്ലസ് വി ഡാഷ് യു മൈനസ് വി ഡാഷ് ഒക്കെ. അപ്പോൾ സാർ ഇവിടെ 3 എണ്ണല്ലേ, 3 എണ്ണം വരുന്നതിനൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഓരോന്നിൻ്റെ മുമ്പിലുള്ള ചിഹ്നം ഏതാണെന്ന് അത് അതിൻ്റെ മുമ്പ് കൊടുത്തിട്ട് ഓരോ ടേമിനെയും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതിന് നോക്ക്, ഇനി ചെയ്യുന്ന സമയത്ത് പിന്നെയും പ്രശ്നം വരും. ഇവിടെ 5 sin x എന്നാ ഞാൻ പറഞ്ഞു. ഒരു ഫംഗ്ഷൻ്റെ കൂടെ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെയും കോൺസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് വന്നാൽ മാത്രമാണ്, അല്ലാത്ത കേസ് എന്താ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റൻറ്റിനെ പുറത്തിറക്കുക. അപ്പോൾ d/dx ഓഫ് sin x എന്ന് മാത്രമാവും. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. 6 കോൺസ്റ്റൻ്റ് ആണ് പുറത്തിറക്കിയാൽ d/dx ഓഫ് cos x എന്നല്ലേ ഇത് വരിക. അതെ, പിന്നെ ഇവിടെ ഒരു d/dx ഓഫ് 7 ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, 5 ഇൻറ്റു ഞാൻ പറഞ്ഞു ഇത് റിസൾട്ടാ. sin x ഡെറിവേറ്റീവ് d/dx ഓഫ് sin x എന്ന് പറഞ്ഞാൽ sin x ഡെറിവേറ്റീവ് അത് cos x ആണ്. അത് നിങ്ങൾ പഠിച്ചു, നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. sin x cos x ഒക്കെ ഡെറിവേറ്റീവിൻ്റെ ചാർട്ട്. ഓക്കെ, സോ അടുത്തത് മൈനസ് 6 ഇൻറ്റു cos x ഡെറിവേറ്റീവ്. cos x ഡെറിവേറ്റീവ് മൈനസ് sin x എന്നാണ് പഠിച്ചത്. ഓക്കെ, കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ് 7, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അങ്ങനെയാണ് ഒന്നുകൂടി നന്നാക്കി എഴുതിയാൽ ഇത് 5 cos x എന്ന് കിട്ടും. മൈനസ് കൂടി നമുക്ക് പ്ലസ് ആക്കിക്കൂടെ, അപ്പോൾ പ്ലസ് 6 sin x എന്നും വരും. 0 ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല. 5 sin x പ്ലസ് 5 cos x പ്ലസ് 6 sin x. ഈസി. നിങ്ങൾ അടുത്ത ചോദ്യം നോക്കൂ. ഫൈൻഡ് dy/dx. ഓക്കെ, y എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, dy/dx ആണ് കാണാനുള്ളത്. y ഇതാ, അതായത് d/dx ഓഫ് ഈ സംഭവമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ ആണോ? dy/dx. അപ്പോൾ y തന്നിട്ടുണ്ട്, ഇതാണ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു y ഈക്വൽ ടു f ഓഫ് x എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഫംഗ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. എയും ബിയും കോൺസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. സിമ്പിളാണ്, ശ്രദ്ധിക്കണേ. dy/dx ഈസ് ഈക്വൽ ടു dy/dx എന്ന് പറഞ്ഞാൽ d/dx ഓഫ് ആരാ, a/x⁴ മൈനസ് b/x² പ്ലസ് cos x. ഇനി എന്താ ചെയ്യാന്നറിയോ? നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്ത് അതായത് a/x⁴ മൈനസ് d/dx ഓഫ് b/x². ഓക്കെ, പ്ലസ് d/dx ഓഫ് cos x. റെഡി. ഇനി എന്താണെന്ന് അറിയടാ, എയും ബിയും കോൺസ്റ്റൻ്റാ. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കോൺസ്റ്റൻ്റാ. കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തിറക്കിക്കൂടെ തീർച്ചയായിട്ടും. അപ്പോൾ a ഇൻറ്റു d/dx ഓഫ് എ കോൺസ്റ്റൻറ്റ് പുറത്തിറങ്ങിയാൽ അവിടെ 1/x⁴ എന്നാണ് വരിക. മൈനസ് ബി കോൺസ്റ്റൻറ്റിനെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് d/dx ഓഫ് 1/x² എന്നാണ് വരിക. പ്ലസ് ഇത് d/dx ഓഫ് cos x എന്നും വരും. സാധാരണ രീതിയിൽ ആൾക്കാർ ചെയ്യുന്നൊരു മണ്ടത്തരം ഞാൻ പറഞ്ഞു തരട്ടെ. 1 അല്ലേ, ഓക്കെ, 1ൻ്റെ ഡെറിവേറ്റീവ് 0 ബൈ, നിങ്ങളും അത് ചെയ്യും. 1 കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ബൈ x⁴ ഡെറിവേറ്റീവ് 4x³ ഇങ്ങനെ എഴുതി വെക്കും. a ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഈ റീസെൻ്റ് ആയുള്ള എക്സാം പേപ്പറിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താണ് പിന്നെ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുമായിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ u/v കോഷ്യൻ്റ് റൂൾ വെച്ച് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. എടാ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ 1/x⁴ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു സംഭവം പഠിച്ചിട്ടുണ്ട്. x⁻n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/x⁻n. 1/x⁻n. അതാ നോക്ക്, x⁻n എന്ന് പറഞ്ഞാൽ 1/x⁻n. അല്ലെങ്കിൽ ഇതാ നോക്കിക്കേ, 1/x⁻n എന്ന് പറഞ്ഞാൽ അത് x⁻n. താഴെയുള്ളത് എന്താണോ, താഴെയുള്ളത് എന്താണോ അതിൻ്റെ പവറിൽ n ഉണ്ട് എന്ന് വിചാരിച്ചോ. നിങ്ങളത് ഈ ഫ്രാക്ഷൻ അല്ലാതാക്കിയിരുന്ന സമയത്ത് ഇതിന് നിങ്ങൾക്ക് x⁻n എന്ന് എഴുതാം. ഈ എന്നിൻ്റെ പവറിൽ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. x⁻n ആണെങ്കിൽ നിങ്ങൾക്കത് 1/x⁻n എന്നും എഴുതാം. ഓക്കെ, ഇനിതാ ഇത് തലതിരിച്ചിട്ടാൽ x⁻n തലതിരിച്ചിട്ടാൽ ഇവിടെ ഉള്ളത് പോകണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ -n +n മുകളിലുള്ള സാധനം തന്നെ x⁻n. അപ്പോൾ അത് പഠിച്ചു നോക്കണം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/x⁴ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുകയെന്നറിയോ? d/dx ഓഫ് x⁻⁻4 എന്ന് എഴുതാം. മൈനസ് b ഇൻറ്റു d/dx ഓഫ് 1/x² നമുക്ക് x⁻² എന്ന് എഴുതാം. ഇവിടെ cos xന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. ശരി, ഇനി നോക്ക്, a ഇൻറ്റു ഈ x⁻⁻4 ഇതിപ്പോൾ ഏത് രീതിയിലുള്ളത് എന്നറിയോ? x⁻n എന്ന് പറയുന്ന രീതിയിലായിട്ടുണ്ട്. അങ്ങനെ ആക്കിയിട്ട് ചെയ്യുന്നതാണ് സിമ്പിൾ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? n(x⁻⁻4) n - 1 n -4 -1 മൈനസ് b ഇൻറ്റു n(x⁻n) എന്ന് പറഞ്ഞാൽ അത്ര -2 x⁻n - 1 n - 1 എന്ന് പറയുമ്പോൾ -2 -1 പ്ലസും മൈനസും മൈനസ് ആയി, അപ്പോൾ മൈനസ് sin x എന്ന് വരും. റെഡി? അടുത്ത നോക്കേ, ഇത് -4a എന്ന് കൊടുക്കാം നമുക്ക്. -4a -4 -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് -5 എന്ന് കൊടുക്കാം, തെറ്റില്ല. -b -2 നമുക്ക് +2b എന്ന് കൊടുക്കാം. ഓക്കെ, -2 -1 നിങ്ങൾക്ക് -3 എന്ന് കൊടുക്കാം. പിന്നെ ഒരു sin x കൂടിയേ വരും. സോ ഇതാണ് നിങ്ങളുടെ ഈ ഡെറിവേറ്റീവ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇത്രയുള്ള പരിപാടി. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാ. റിസ്ക് ഉണ്ടോ? ഇല്ല. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. d/dx ഓഫ് x⁻n യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 2 സ്റ്റെപ്പിലൊക്കെ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തട്ടോ. ഇത്രയൊന്നും ലോങ് സ്റ്റെപ്പ് ആവശ്യമില്ല. റെഡിയാണോ? സോ അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം നോക്കും. ഇതാണ് ചോദ്യം. സർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. നോ കൺഫ്യൂഷൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x ഇൻറ്റു x² + 2x + 1. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2 ഫംഗ്ഷൻ അല്ലേ? ആണ്. എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും x² + 2x + 1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും 2 ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ u ആയിട്ടും ഇതിനെ v ആയിട്ടും കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ആലോചിച്ചാൽ മതി എന്നറിയോ? എടാ, ഈ എക്സിനെ ബ്രാക്കറ്റിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങൾ എക്സിനെ ബ്രാക്കറ്റിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ x ഇൻറ്റു x² x³ ആണേ, x ഇൻറ്റു 2x + 2x², ഓക്കെ ആണേ, 1 ഇൻറ്റു x ഇത്രയും കിട്ടും. റെഡി? ഇനി എൻ്റെ ചോദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതും ഇപ്പോൾ സെയിം അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? d/dx ഓഫ് x³ + 2x² + x ഇങ്ങനെ എഴുതാം. ഇനി നോക്കിക്കേ, d/dx ഓഫ് x³ + d/dx ഓഫ് 2x² പ്ലസ് പിന്നെയും പ്ലസ്സാ പ്ലസ് d/dx ഓഫ് x ഇങ്ങനെ എഴുതിയാൽ മതി. x³ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഞാൻ എഴുതേണ്ടത്? x⁻n എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? n(x⁻n) 3x⁻n - 1, അതായത് 3 - 1 അതായത് x³ ആണെങ്കിൽ 3x² ആയിരിക്കും. അത് നിങ്ങൾക്ക് കുറച്ച് വരുമ്പോൾ കണക്ഷൻ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ 3 - 1 എഴുതുക പ്ലസ് ഇവിടുത്തെ കേസിൽ 2 ഇൻറ്റു x²ൻ്റെത് 2x 2x⁻2 - 1 2x 2 കോൺസ്റ്റൻറ്റ് പുറത്തിറക്കാം. ഞാൻ സിമ്പിളായിട്ട് തന്നെ എഴുതി തരാം. d/dx ഓഫ് x² എന്ന് എഴുതാം. d/dx ഓഫ് എക്സിൻ്റെത് 1. റെഡി? അടുത്ത സ്റ്റെപ്പിൽ ഇതാ 3x² പ്ലസ് 2 ഇൻറ്റു x²ൻ്റെത് 2x⁻2 - 1 എന്ന് വരും പ്ലസ് 1. റെഡി? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 3x² പ്ലസ് 4x⁻2 - 1 1 പ്ലസ് 1. ഇതാണ് ആൻസർ. 3x² പ്ലസ് 4x + 1. എന്ത് സിമ്പിളാ അല്ലേ? ഇനി ഇതാ നോക്കും. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നേരത്തുള്ള സംഭവം യൂസ് ചെയ്യാം. എടാ നോക്ക്, 2 ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തു, എക്സും sin x. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എക്സിന് പകരം u എന്നും ഇതിന് പകരം v എന്നും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദ്യം. അതായത് d/dx ഓഫ് x sin x ആണ് ചോദ്യം. അപ്പോൾ അതാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, യുടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ യുടെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. യുടെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു u(v' + vu' ആണ്. പ്രൊഡക്റ്റ് റൂൾ എന്നാൽ ഇതിന് പറയാ. അല്ലാതെ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ഇൻറ്റു sin xൻ്റെ ഡെറിവേറ്റീവ് കാണുകയല്ല. ഇതാണ് വ്യത്യാസം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് എക്സാമിന് ചോദിക്കുന്നതുമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയോ മക്കളെ? ആദ്യം u, ഞാൻ പറയുന്ന കാര്യം സിമ്പിളായിട്ട് ശ്രദ്ധിച്ചാൽ മതി. u ഇൻറ്റു v', u ആയിട്ട് കൊടുത്തത് x അല്ലേ, അത് അവിടെ വെക്കുക. v' എന്ന് പറയുമ്പോൾ രണ്ടാമതുള്ള വിയുടെ ഡെറിവേറ്റീവ്, അപ്പോൾ d/dx ഓഫ് sin x എന്ന് എഴുതിയാൽ മതി പ്ലസ്. ഇനി v അവിടെ വെക്കുക, അതായത് sin x അവിടെ വെക്കുക. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ്, അതായത് d/dx ഓഫ് x അല്ലേ u. ഇനി നോക്ക്, sin xൻ്റെ ഡെറിവേറ്റീവ് cos x, അപ്പോൾ x cos x പ്ലസ്
സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു 1. അടുത്ത സ്റ്റെപ്പിൽ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് നമുക്ക് മാറ്റി എഴുതാം. സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ്. എത്ര ഈസിയാ നോക്ക് നിങ്ങൾ. സിമ്പിൾ കാര്യമാണ്, ഇത് പഠിച്ചാൽ മതി. ആൻഡ് അടുത്ത നല്ലൊരു ചോദ്യം കൂടി തന്നിട്ട് നമുക്ക് നിർത്താം. ഇത്രേ ഉള്ളൂ പരിപാടി. ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഒരു ചോദ്യം നിങ്ങൾക്ക് വർക്കായിട്ടും തരാം. ചോദ്യം നോക്ക്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x - 1. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എടാ മക്കളെ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാൾ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, രണ്ടാൾ ഇങ്ങനെ കോഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ടോ, ഡിവൈഡ് ചെയ്യാൻ വരുന്നുണ്ടോ എങ്കിൽ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും തന്നെ വെച്ച് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയറിന് ഞാൻ യു എന്ന് കൊടുത്തു, ബൈ ഇതിന് ഞാൻ വി എന്നും കൊടുത്തു. അപ്പോൾ യു ബൈ വി ഇവിടെ ഉള്ളത്. യു ബൈ വിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ബൈ വി ഡാഷ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? താഴെയുള്ളത് വി ഇൻറ്റു യു ഡാഷ് മൈനസ് ആണ് ഇവിടെ. ഇനി യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, സോറി വിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ യു അവിടെ വെക്കുക, വിൻ്റെ ഡെറിവേറ്റീവ്. ഇതേ സംഭവം നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ്, ചെറിയൊരു സൈൻ്റെ മാറ്റേ വരുന്നുള്ളൂ, ബൈ വി സ്ക്വയർ. ആദ്യം എഴുതുന്നത് വി യു ഡാഷ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇതൊക്കെയാണേ. ഇനി നോക്ക്, യുക്ക് പകരം എക്സ് സ്ക്വയർ, വിക്ക് പകരം 3x - 1. അതായത് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 3x - 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വി എന്താ? വി 3x - 1. അപ്പോൾ 3x - 1 ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് യു എന്താ? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് അടുത്തത് 3x - 1ൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, നോ പ്രോബ്ലം. ഇൻറ്റു ആണ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അതായത് 3x - 1ൻ്റെ സ്ക്വയർ. 3x - 1 അല്ലേ വിൻ്റെ സ്ക്വയർ. അപ്പോൾ 3x - 1 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. ഇനി നോക്കും, 3x - 1 ഇൻറ്റു ഈ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇനി ഞാനത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. nx⁻n−1 ഫോമില്ല. അപ്പോൾ 2x⁻2 എന്നാ വരിക. അത് 2 - 1 എന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2x⁻1 കൊടുത്താൽ മതി, 2x എന്ന് കൊടുത്താൽ മതി. x⁻1 ആണെങ്കിൽ x തന്നെയല്ലേ. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ പ്രശ്നം 3x - 1 അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് 3x 3 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തിറക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ചെയ്താൽ മതി. മൈനസ് 1 ഇല്ലേ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ സിമ്പിളായിട്ട് ആൻസർ പറയാം. 3x 3 കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 3 × 1 3 മൈനസ് 1 കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0, 3 - 0 3. അങ്ങനെ പറയാം, വേണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇങ്ങനെ എഴുതി ഡിവൈഡഡ് ബൈ 3x - 1 ദ ഹോൾ സ്ക്വയർ. ആൻഡ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ 2xന് വേണേൽ ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ. 2x × 3x 6x² എന്ന് വരും. 1 × 2x മൈനസ് 2x. ഓക്കെ ആണേ. മൈനസ് x² ഇൻറ്റു 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. മൈനസ് ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. ഓൾ ഡിവൈഡഡ് ബൈ 3x - 1 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യണോ? നിർബന്ധമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ 6x² മൈനസ് 2x, ഇത് 3 മാത്രമേ ഉള്ളേ. മൈനസ് x² ഇൻറ്റു 3 മൈനസ് 3x² എന്ന് കിട്ടും. ഓൾ ഡിവൈഡഡ് ബൈ 3x - 1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊന്നുകൂടി ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 6x² നിന്ന് 3x² മൈനസ് ചെയ്യാനുണ്ട്. 3x² മൈനസ് ചെയ്താൽ 3x² കിട്ടും. മൈനസ് ഒരു 2x കൂടി ഉണ്ട്, മൈനസ് 2x ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത് നോക്ക്, 3x - 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, മറ്റേതുപോലെയല്ല, കുറച്ചൊന്ന് ചെയ്യാനുണ്ടാവും. കാര്യം മനസ്സിലായല്ലോ? ഒന്നുമില്ല, വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ എഴുതുക. എന്നിട്ട് അവിടെ കാണാനുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് വളരെ ഭംഗിയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ടേമിനോട് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 1 - sin x ബൈ 1 + sin x ആൻസർ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ്. നിങ്ങൾ ഡെറിവേറ്റീവ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.